താമസിച്ചേ? അവരെല്ലാം വരണ്ടേ? നിന്നെ കാണാൻ എന്ത് ഭംഗിയാ. മീരെ കാണാനും നല്ല ഭംഗിയായിരുന്നു. ഇരിക്കണം അവിടെ. നിന്നെയും കൊല്ലും, പ്രൊഫസറെയും കൊല്ലും, എല്ലാരെയും കൊല്ലും ഞാൻ. ചേട്ടാ, ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല, അറിയില്ല ചേട്ടാ. ഹൈദ്രോസേ, ഹൈദ്രോസേ, ഡാ പൊട്ട ഹൈദ്രോസേ. എന്തോ എടാ ഹൈദ്രോസേ,
മുറിയിലെ ഫാൻ കറങ്ങുന്നില്ല, ബൾബ് കത്തുന്നില്ല. ആരെങ്കിലും വിളിക്കാൻ വേണ്ടി നീ വിളിച്ചോ? ടീച്ചർ ഞാൻ മറന്നു, ഇപ്പൊ വിളിച്ചോണ്ട് ചേട്ടാ ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ടോ? അറിയുന്നുണ്ടോ? ചേട്ടാ ഈ സ്ത്രീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ തോട്ടത്തിലെ ജാനും ഇല്ല. നിനക്കെപ്പോഴും ഈ ഓർമ്മയുള്ളടേ? ഡേ, ഇതാ പുതിയ വീട് മേടിച്ച് താമസിക്കുന്ന സ്ത്രീ അല്ലേ? ഞാനിത് ഓരോരെ കണ്ടിട്ടില്ല, എനിക്കറിയാൻ വയ്യ. നിങ്ങൾക്കറിയാമോടെ? നോക്കിയാണ്, എനിക്ക് ആ സ്ത്രീ അറിയത്തില്ല. അറിയാൻ വയ്യ, അറിയില്ല. പക്ഷെ നിങ്ങൾ ഞാൻ അപ്പോൾ ഞാൻ ഇതിനാണ് ആ സ്ത്രീ അന്വേഷിച്ച് ഒരുപാട് തപ്പി അവസാനം ഇവിടെ എത്തി. ഇത്രയാണ് കാര്യങ്ങൾ. ഇത് ആ സ്ത്രീയാണോ എന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ഏതായാലും ഒരു കാര്യം ചെയ്യ്, 2 ദിവസം നിങ്ങൾ ഇവിടെ ഒന്ന് തങ്ങ, നമുക്ക് ആ സ്ത്രീയാണോ എന്ന് കണ്ടുപിടിക്കാം. ഞാൻ അവിടെ കാണും, 2 ദിവസം എന്തായാലും കാണും ഉറപ്പായിട്ടും. അപ്പോൾ 2 ദിവസം ഇവിടെ താമസിക്കും. സാറേ, ഇതൊരു നാട്ടുംപുറമാണ്. ഇവിടെ ഈ അതിനൊക്കെയുള്ള സൗകര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സാറൊരു കാര്യം ചെയ്യ്, 2 ദിവസം എൻ്റെ വീട്ടിൽ താമസിക്കാം. എന്നിട്ട് നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടുപിടിക്കാം. അവരെവിടെ താമസിച്ചാലും ശരി, അങ്ങനെ പുറത്തിറങ്ങാറൊന്നുമില്ല. ഇല്ല, വീട്ടിനകത്ത് തന്നെ ആയിരിക്കും. നമുക്ക് നല്ല മെനക്കേടാണ്. ഓക്കെ, ഏതായാലും നമുക്ക് കണ്ടുപിടിക്കാം. 2 ദിവസം സാർ എൻ്റെ ഇവിടെ താമസിക്കും. ഓക്കെ, ശരി. പക്ഷേ ഈ ഇടയ്ക്ക് അവരെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വേലക്കാരൻ പയ്യനെ അവരെ വീട്ടിലേക്ക് ഒരു ജോലിക്കാരി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ എൻ്റെ ബന്ധത്തിൽ ഒരു പെൺകുട്ടി ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അവരെ അവിടെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റും. അതുമതി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു ഐഡിയ അല്ലേ? അത് നല്ല ഐഡിയ. എന്താണോ ആയിക്കോട്ടെ പ്രശ്നം? ടീച്ചർ അതോട് വിളിച്ചാൽ മതി. ആരാ? ഹൈദ്രോസ് പറഞ്ഞിട്ട് വന്നതാണ്. വാ. ടീച്ചറെ, എന്താ കുഴപ്പമൊന്നും പറഞ്ഞില്ല? ബെഡ്റൂമില് ഫാനും വർക്ക് ചെയ്യുന്നില്ല, ബൾബും കത്തുന്നില്ല. ഇവിടെ കുഴപ്പമില്ലല്ലേ ടീച്ചറെ? ടീച്ചറെ, ഏതാണ് കുഴപ്പം? ടീച്ചറെ, ഇതൊന്ന് സഹായിക്കാമോ അങ്ങോട്ട് പിടിച്ചിട്ട്? ടീച്ചറെ, ഇനി ആ സ്വിച്ച് ഒന്നിട്ടെ. ടീച്ചറെ, സ്വിച്ച് ഒന്ന്.
ഹൈദ്രോസേ 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 നിന്റെ കൊച്ചമ്മ ഒരു ജോലിക്കാരിയെ വേണമെന്ന് പറഞ്ഞായിരുന്നു വീട്ടിലേക്ക്. ഇപ്പോഴൊരാൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ടീച്ചർ പറഞ്ഞാൽ മതി, അങ്ങോട്ട് വന്നാൽ മതി. ചേട്ടനായിരുന്നു. നിന്നെ ആ വീട്ടിൽ ജോലിക്ക് വിടുന്നതിൻ്റെ ഉദ്ദേശം എന്തിനാണെന്ന് അറിയാമോ? അവിടുത്തെ ആ സ്ത്രീയുടെ ഫുള്ള് ഡീറ്റെയിൽസ്, അതായത് മുൻകാല ചരിത്രവും കാര്യങ്ങളും ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് തരണം. അതിനുവേണ്ടിയാണ് നിന്നെ അവിടെ ജോലിക്ക് വിടുന്നത്. മാക്സിമം ഒരാഴ്ച, അതിനുള്ള പ്രതിഫലം കൃത്യമായി തന്നിരിക്കും. അപ്പം ശരി സാറേ, ഞാൻ ഇന്ന് തന്നെ ആ ടീച്ചറിനെ പോയൊന്ന് കാണാം.
ഹൈദ്രോസേ ഹൈദ്രോസേ ഹൈദ്രോസ്. ആരാ? ഇവിടെ ജോലിക്ക് ഒരാൾ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. കേറി വാ. എന്തായി കാര്യങ്ങൾ? സാർ അവരുടെ പേര് മാലിന്യ എന്നാണ് പറഞ്ഞത്. പണ്ടെന്നോ ടീച്ചറായിരുന്നു എന്ന് പറയണായിരുന്നു. പിന്നെ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ്. 7 മണിക്ക് ഞാൻ അവിടെ എത്തണം. 5 മണിക്ക് എൻ്റെ അടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊരു ഫോട്ടോ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റും? അവർ ഫോണൊന്നും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നോട് പോലും മിണ്ടാറില്ല അവർ. അല്ല, അവരൊരു ഫോട്ടോ സംഘടിപ്പിക്കാനായിട്ട് എന്തെങ്കിലും വഴി? ഫോട്ടോ സംഘടിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് സാർ. എപ്പോഴും ഒരു മുറിക്കകത്ത് കയറി അടച്ചിരിപ്പാണ്. നിനക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും? എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനെ ഇപ്പം നേരിട്ട് കണ്ടപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അല്ലാണ്ട് ഒരു രക്ഷയില്ല സാർ. അവരുടെ നിഗൂഢമായ രഹസ്യങ്ങളൊക്കെ കണ്ടെത്താൻ കുറച്ച് സമയം കൂടി എനിക്ക് തരണം. കാരണം അവർ എന്നുമായിട്ടൊന്ന് അടുത്ത് വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അവൾ മാലിന്യാണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്നതുപോലെ തിരിച്ചു പോകേണ്ടി വരും. പക്ഷേ അവൾ ഊർമിളയാണെങ്കിൽ അവളെ ചോര കൊണ്ട് ഞാൻ എൻ്റെ ചേട്ടന് ബലിതർപ്പണം നടത്തും. അതിന് യാതൊരു മാറ്റവും. കള്ളം പ്രസവ വിടോ. നീ എന്താണ് എന്നെ കണ്ടോ പരിങ്ങി പോയത്? ഈ പോലീസുകാരനാണെന്ന് പറഞ്ഞാ? എന്നാ ഇതാരെണ്ണ? ഇത് എൻ്റെ ഒരു സുഹൃത്താണ്. നമ്മളാണ്ട് ഇവിടെ താമസിക്കുന്ന ടീച്ചറില്ലേ, ടീച്ചറിൻ്റെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് വന്നതാണ് പുള്ളി. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാൻ തന്നെ. അവിടെ ഇന്നാൾ ഈ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഞാനത് കണ്ട് പേടിച്ച് വിറച്ച് അതിനുശേഷം ഞാൻ വലിയ ഇതായിപ്പോയി. ഇപ്പം വലിയതായിട്ട് വെളിയിൽ നിന്ന് ഇറങ്ങൂല. ആരെ കണ്ടാലും ഒരു ഭയവും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് നിനക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പറഞ്ഞുവിട്ടായിരുന്നത്. വളരെ ഇതായിരുന്നു. ഇപ്പോഴും ആ വിറയിൽ മാറിയിട്ടില്ല. മീര, നീ ഒരുപാട് മോശപ്പെട്ടു മോളെ. എന്നിട്ട് മുടിയൊക്കെ അത്രയും പോയോ? എന്ത് പറ്റി മീര നിനക്ക്? മീര മീര മോളെ. ചേച്ചി ചേച്ചി ഞാൻ രേഖയാ. മീര, ഇതൊന്ന് ഇട്ടിട്ടോ. ഞാനൊന്ന് കണ്ടോട്ടെ. ഇതൊന്ന് ചേച്ചി.
ഈ ഹൈദ്രോസ് പറയണത് പൂർണ്ണമായിട്ട് വിശ്വസിക്കൊന്നും വേണ്ട. പക്ഷേ എനിക്ക് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഞാൻ അന്വേഷിക്കുന്ന ആൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഉറപ്പാണ്. നമുക്ക് ഇന്ന് രാത്രി ഇങ്ങോട്ടൊന്ന് കയറാം. നമ്മളിനിപ്പോൾ രേഖയും കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവരെ നോക്കിയിട്ട് കാര്യമില്ലെന്നാണ് എനിക്കും തോന്നുന്നത്. നീ എവിടെ പോണ? ഞാൻ വീട്ടിൽ പോകുന്നു. കൊണ്ടുവരി ബാഗ്. ഹൈദ്രോസിനെ വിളിക്കേ. ഹൈദ്രോസ് ഫ്രണ്ടിലുണ്ട്. ഹൈദ്രോസേ, ഹൈദ്രോസേ, എഴുന്നേൽക്ക്. ദേ ചേച്ചി വിളിക്കുന്നു. എടാ പ്രൊഫസറെ, ആനന്ദേ, എല്ലാരും കൊല്ലൂടാ നീ. എല്ലാരും കൊല്ലും. എന്റെ മീരെ നീ കൊന്നില്ലടാ. അതിന് ഭർത്താവ് കൂട്ടുനിന്ന്. എടാ, നിന്നെ പോലെ ഒരു വൃത്തിയിട്ടവനായിരുന്നടാ എന്റെ ഭർത്താവ്. അവനെയും ഞാൻ കൊന്നു. നീ വന്നല്ലേ? നീ വന്നു. നിന്നെ പേടിച്ചന്നെ മാറി മാറി. നീ വന്നു അല്ലേ? നിന്റെ ചേട്ടൻ, എന്റെ ഭർത്താവ്, ആ പ്രൊഫസറും കൂടി ചേർന്ന് എന്റെ മീരെ കൊന്നില്ലടാ. നീ പകരം വീട്ടാ വന്നല്ലടാ. നിന്നെയും കൊല്ലും ഞാൻ. ഇത് ഞാൻ ഉദ്ദേശിച്ച ആളല്ല ദിലീപേ, ഇത് ഊർമിളയല്ല. എവിടെ പോലീസ് വിളിച്ചേ?